Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സഭാപ്രസംഗി 3:11 പഠിക്കുമ്പോൾ അവൻ സകലവും അതാതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. Ecclesiastes chapter 3 verse 11. He hath made everything beautiful in his time. Also, he hath set the world in their heart, so that no man can find out the work that God maketh from the beginning to the end. അവൻ സകലവും അതാതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. He has made everything beautiful in his time. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. God never has done a mistake. നാം മറന്നെന്ന് വരാം, We may have forgotten, നമുക്ക് തെറ്റുപറ്റിയെന്ന് വരാം, we may have done a mistake. എന്നാൽ ദൈവം ഒരിക്കലും മറക്കത്തില്ല. However, God never forgets. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. God remembers us. അവൻ ഓർത്താൽ അനുഗ്രഹം അതിന്റെ കൂടെയുണ്ട്. If he remembers us, he will send blessings along with it. ദൈവത്തിന്റെ അസാധാരണ പ്രവൃത്തികൾ നിങ്ങളിൽ ആരംഭിക്കാൻ പോകും. The miraculous work of God is going to start in your life. ഒരു വലിയ നന്മയിലേക്ക് നിങ്ങൾ എത്താൻ പോകും. You are going to move into great blessings. ആമേൻ. ഇതുവരെ നിങ്ങൾ പോയിട്ടില്ലാത്ത ചില പാതകൾ തുറക്കുന്നു. You are going to enter into paths which you have not entered till now. അവൻ സകലവും അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. He has made everything beautiful in his time. മക്കളില്ലാത്ത നിങ്ങൾക്ക് ദൈവം സമയത്ത് മക്കളെ തരാൻ പോകും. To those of you who don't have children, he is going to give you ജോലി children. ഇല്ലാത്ത നിങ്ങൾക്ക് ദൈവം സമയത്ത് ജോലി To തരാം. those of you who don't have jobs, God is going to give you. വീടില്ലാത്ത നിങ്ങൾക്ക് ദൈവം വീട് തരാൻ പോകും. To those of you who don't have a house, God is going to give you. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ തകരാൻ പോകുന്നു, ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കാൻ പോകും. If you feel your life is being destroyed, God is going to unify നിങ്ങളുടെ you. മുടങ്ങിക്കിടക്കുന്ന വീട് പണി നടക്കാൻ പോകും. The work of your house which has been delayed is going to നിങ്ങളുടെ start. മിനിസ്ട്രി മുഴുവൻ ബ്ലോക്ക് ആയിരിക്കുന്നു, ദൈവം തുറക്കാൻ പോകും. God is going to open your ministry and enlarge it. ഇപ്പോൾ ഒരു വലിയ കടഭാരത്തിലായിരിക്കുന്നു, എനിക്ക് ജീവിക്കണ്ട എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് വലിയൊരു ജീവിതം തരാൻ പോകും. If you are in a severe financial problem today, God is going to open new ways and bless you. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ When you are watching this YouTube channel, നിങ്ങളുടെ സമയത്തേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. you have reached your time. ദൈവം എല്ലാം അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. God does everything in the good time, in the right നിങ്ങളുടെ time. ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടരുത്. Even if you have everything in your life, you should not lose an eternity with നിങ്ങളുടെ Christ. നിത്യതയാണ് ഏറ്റവും വലുത്. Your eternity is the most ഈ important. ലോകത്തിൽ എല്ലാം ലോസ് ആയാലും Even if you lose everything in this world, അവൻ നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്തരുത്. you should not lose your eternal നിങ്ങൾ life. യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് You should give your heart to Jesus. യേശുവിന്റെ വചനപ്രകാരം You ജീവിക്കുകയും should live according to the word of God. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് You should be saved, born again and baptized. പരിശുദ്ധാത്മാഭിഷേകം You പ്രാപിച്ച് should receive the infilling of the Holy Spirit. ജീവിതത്തിന്റെ അന്ത്യം വരെ നിങ്ങൾ പോവുക. You should go till the end of your life that way. നിങ്ങളുടെ അനുസരണത്തിന്റെ കാലം. This is the time of your obedience. നിങ്ങൾ അനുസരിക്കുമ്പോൾ When you obey, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, the God who blessed Abraham, ഇസഹാക്കിനെ അനുഗ്രഹിച്ച the God who ദൈവം, blessed Isaac, പൗലോസിനെ ശുശ്രൂഷയിൽ ഉയർത്തിയ ദൈവം, the God who raised Paul into ministry, നിങ്ങളുടെ ജീവിതത്തെ മാനിക്കാൻ പോകും. He is going to honor you and bless you. ഞങ്ങളുടെ കർത്താവേ, Our dear Lord, ഈ ജനത്തെ ബ്ലസ് ചെയ്യണം. bless these people, ഈ Lord. ജനത്തിന്മേൽ അങ്ങയുടെ കരം വയ്ക്കണം. Please place your hand upon these people. ഒരു അസാധാരണ വിടുതൽ കൽപ്പിക്കണം. We ask for an amazing miracle. ഇപ്പോൾ അങ്ങയുടെ മഹിമ ഇറങ്ങണമേ. Right now, your glory should descend. അങ്ങ് സഹായിച്ചാട്ടെ. Please bless them. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. I love you. ഡിസംബർ മാസം 25, 26, 27 ഈ തീയതികളിൽ എക്സോസിയ കോൺഫറൻസ് മെലേക്ക് പ്രയർ മൗണ്ടനിൽ വെച്ച് നടക്കും. On December 25, 26, 27, the Melek Exousia Prophetic Conference is happening at Melek Prayer Tower in Punalur. നിങ്ങൾ ആരും ആ മീറ്റിംഗ് മിസ് ചെയ്യരുത്. None of you should miss that meeting. നിങ്ങൾ എല്ലാവരും കടന്നു വരാൻ ഓർപ്പിക്കുന്നു. I remind you all to come and attend. God bless you. Love you. God bless you.